എല്ലാരും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആരും അങ്ങനെ ചെയ്യരുത്. അവരെന്തൊക്കെയാ പറയുന്നത്? ഇത് ഒരു ക്ലാസ് ആയിരുന്നു പ്രശ്നം ബന്ധപ്പെടുത്താനായിട്ട്. വെറുതെ സമയം കളയാൻ ഓരോ പരിപാടികൾ. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ആരും ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അത് ഓരോരുത്തർ ഇഷ്ടമല്ല, അവരവരുടെ പ്രൈവറ്റ് ലൈഫ്. നല്ല ക്ലാസ് ആയിരുന്നല്ലേ? പക്ഷെ നമ്മൾ എന്നാത്തിന് ഇതൊക്കെ കേൾക്കുന്നത്? നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അത് ശരിയാ, പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം മനസ്സിലായി. മോളെ എന്നാ പറ്റിയടാ? ഒന്നുമില്ല. എന്നാ പറ്റി നിനക്ക്? ഒന്നുമില്ല. ഇതെന്നതാ കാണിച്ചേ? അതെന്റെ മാർക്ക് ഷീറ്റ്. ഇതെന്താ മോളെ കാണിച്ചിരിക്കുന്നത്? നിനക്ക് പഠിക്കാൻ വേണ്ടിയാണ് വിട്ടേക്കുന്നത്. എത്ര മാർക്ക് നീ കാണിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? അതിനിപ്പോ എന്തെങ്കിലും എന്റെ ലൈഫ്, എന്റെ പ്രൈവറ്റ് സ്പേസ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. നിങ്ങളുടെ പത്രം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മോൾ എന്റെ മാർക്ക് മേടിച്ചിട്ട് വന്നിട്ടറിയാം. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങളുടെ മോള് പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നെങ്കിൽ ഒരു മാർക്ക് പോലും മേടിക്കത്തില്ല. അവിടെ ചുമ്മാ പോവാ സ്കൂളിലോട്ട്. ഇതെന്തോ നീ എന്തോ മറക്കുന്നേ? ഒന്നുമില്ല. കാണിച്ചേ. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ? കാണിച്ചടി. ഇത് എത്ര നാളെ നീ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? നിന്നോടാ ചോദിച്ചേ. നീ എന്തെങ്കിലും ചെയ്യും. എന്റെ പേര് അന്ന. അപ്പോൾ ഇവിടെ പണ്ട് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. എനിക്ക് ഈ ക്ലാസ് റൂം കാണുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്തിനെയാണ്. അവളുടെ പേര് മീന എന്നായിരുന്നു. ഞാൻ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയ സമയങ്ങളിലും എന്നെ കൂട്ടുകാർ അഭിനന്ദിച്ചിരുന്ന സമയങ്ങളിലും അവൾ ഒറ്റപ്പെടുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അവളെയും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ, ലഹരിയിൽ നിന്ന് അവളെ ഒന്ന് ഞാൻ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് അവളും ഞങ്ങളുടെ കൂടെ കാണുമായിരുന്നു. എനിക്ക് ഈ ക്ലാസ്സിൽ വരുമ്പോൾ അവൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേ മാഞ്ഞു പോയി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാണ് വളർന്നു വരുന്ന തലമുറ. നിങ്ങൾ ഒരിക്കലും ലഹരിക്കടിമകളാകരുത്. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്.